ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പോളിംഗ് ശതമാനം ഉയർന്നത് ഗുണകരമാകുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. SIR-ന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായതിനാൽ കണക്കുകൂട്ടലുകൾ ശരിയാകുമോ എന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 75% പോളിംഗ്. എന്നാൽ ഇത്തവണ പോളിംഗ് ശതമാനം 77 കടന്നു. ജില്ലയിൽ പോളിംഗ് ശതമാനം ഈ വിധം ഉയരുന്നത് അനുകൂലമാകുമെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. SIR-ന് ശേഷം പുറത്തിറങ്ങിയ വോട്ടർ പട്ടികയിൽ 1.5 ലക്ഷം വോട്ടുകൾ ജില്ലയിലെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ ഒരു സീറ്റ് മാത്രമാണ് UDF-ന് ലഭിച്ചത്. ഇത്തവണ ചുരുങ്ങിയത് 7 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും ഒരു അട്ടിമറി വിജയം തന്നെ ഞങ്ങളെ സംബന്ധിച്ച് തൃശ്ശൂരിലുണ്ടാകും. കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾക്ക് ഓരോ MLA-മാരാണ് ലഭിച്ചിരുന്നത്. അന്ന് ഇടതുപക്ഷത്തിന് ഗുണകരമായ ചില ഘടകങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും ആ ഘടകങ്ങളൊക്കെ ഈ പ്രാവശ്യം UDF-ന് അനുകൂലമായി മാറുകയാണ്. ബൂത്തുകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ അനുസരിച്ച് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥിതി വിലയിരുത്തി വരികയാണ് മുന്നണികൾ. ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF നേതൃത്വം. എന്തുകൊണ്ടും LDF-ന് തുടർ ഭരണം ലഭ്യമാക്കാൻ കഴിയുന്ന അത്ര എണ്ണം ഈ ജില്ലയിൽ നിന്ന് ഏറ്റവും മാക്സിമം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. തൃശൂർ, മണലൂർ, നാട്ടിക മണ്ഡലങ്ങളാണ് BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ഇവിടെ പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് BJP-യും വിലയിരുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ശ്രീ സുരേഷ് ഗോപി MP വിജയിച്ചിട്ടുള്ള ഒരുപാട് മണ്ഡലം, 6ഓളം മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം നല്ല മത്സരം നടക്കുകയാണ്. ഇവിടെയെല്ലാം വിജയിക്കുമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ തികച്ചും വലിയ വിജയപ്രതീക്ഷയിലാണ്. TCV തൃശൂർ.